മൂന്ന് സ്ത്രീകളുടെ തിരോധാനം, സീരിയൽ കില്ലിംഗ്, മൗനവും കൂസലില്ലായ്മയും കൊണ്ട് സെബാസ്റ്റ്യന്റെ പ്രതിരോധം. നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യങ്ങൾക്ക് ഇന്നലെയും മൗനം. ബിന്ദു പത്മനാഭൻ, ജൈനമ്മ, ഐഷ തിരോധാന കേസുകളിലെ പ്രതി സെബാസ്റ്റ്യന്റെ ഈ കൂസലില്ലായ്മ വർഷങ്ങളായി പോലീസിനെ വലയ്ക്കുകയാണ്. ബിന്ദു പത്മനാഭൻ തിരോധാന കേസിന്റെ അന്വേഷണത്തിലും ഇതുതന്നെയായിരുന്നു സെബാസ്റ്റ്യന്റെ പ്രകൃതം. മറ്റു സൂചനകളാണ് അന്വേഷണത്തെ മുന്നോട്ട് നയിച്ചത്. സെബാസ്റ്റ്യനെ സംശയിക്കാവുന്ന പല വസ്തുക്കളും വിവരങ്ങളും പോലീസിന് കിട്ടിയെങ്കിലും തുടർന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും അയാൾ വഴങ്ങിയിട്ടില്ല. ഈ സംഭവങ്ങൾക്ക് പിന്നിൽ സെബാസ്റ്റ്യനാണെന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. പക്ഷേ തെളിവില്ലാതെ എന്തു ചെയ്യാൻ? അയാളുടെ പ്രായവും ആരോഗ്യവും നോക്കിയാൽ ശരിക്കൊന്ന് ചോദ്യം ചെയ്യാൻ പോലും കഴിയുന്നില്ല. കണ്ടെത്തിയ മൃതദേഹ ഭാഗങ്ങൾ കാണാതാവുന്നവരുടേതാണെന്ന് തെളിഞ്ഞാലേ അന്വേഷണം മുന്നോട്ട് പോകും. സെബാസ്റ്റ്യനെതിരായ കേസുകൾ അന്വേഷിക്കുന്ന പല ഉദ്യോഗസ്ഥരും പറയുന്നത് ഇതേ കാര്യം തന്നെ. പോലീസിനോട് ഒന്നും മിണ്ടാത്ത സെബാസ്റ്റ്യൻ കാണാതായവരുടെ ബന്ധുക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ പലതും ചെയ്തു എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇയാളുമായി പരിചയമുണ്ടായിരുന്നവരാണ് കാണാതായ ജൈനമ്മയും ബിന്ദു പത്മനാഭനും ഐഷയും. ബിന്ദുവിനെ കാണാതായ ശേഷം സഹോദരൻ അന്വേഷിച്ചപ്പോൾ ബിന്ദു തന്നെ ഫോണിൽ വിളിക്കുന്നുണ്ടെന്നാണ് സെബാസ്റ്റ്യൻ പറഞ്ഞതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ബിന്ദുവിന്റെ പേരിലുണ്ടായിരുന്ന സ്ഥലം തന്റെ പേരിൽ വ്യാജ മുക്തിയാർ ഉണ്ടാക്കി വിറ്റെന്ന് തെളിഞ്ഞപ്പോഴാണ് സെബാസ്റ്റ്യൻ ആദ്യം അറസ്റ്റിലായത്. പക്ഷേ ബിന്ദുവിനെ പറ്റിയുള്ള ചോദ്യങ്ങൾക്കൊന്നും സെബാസ്റ്റ്യൻ ഒരു സൂചന പോലും നൽകിയിട്ടില്ല. ജൈനമ്മയെ കാണാതായ ശേഷം അവരുടെ ഫോണിൽ നിന്ന് ബന്ധുക്കൾക്ക് വിളിയെത്തിയിരുന്നു. പക്ഷേ മറുതലയിൽ നിന്ന് പ്രതികരണമൊന്നുമില്ല. ജൈനമ്മയുടെ ഫോൺ ഇയാൾ റീചാർജ് ചെയ്തെന്ന് പോലീസ് കണ്ടെത്തി. ജൈനമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ ഇയാൾ പണയം വെക്കുകയും പിന്നീട് വിൽക്കുകയും ചെയ്തെന്ന് കണ്ടെത്തിയിട്ടും തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് സെബാസ്റ്റ്യൻ മൗനം കൊണ്ട് നേരിട്ടു. ഇന്നലെ പള്ളിപ്പുറത്തെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിച്ചപ്പോഴും സെബാസ്റ്റ്യൻ വീടിനുള്ളിൽ മിണ്ടാതിരുന്നു. സംശയത്തിന്റെ പേരിൽ ക്രൈംബ്രാഞ്ച് നടത്തിയ പരിശോധനയിലാണ് വീടിനുള്ളിൽ രക്തക്കറയും പറമ്പിൽ നിന്ന് അസ്ഥികഷ്ണങ്ങളും കണ്ടെത്തിയത്. 3 ദിവസം കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഇന്നലെ 5 മണിക്കൂറോളം പള്ളിപ്പുറത്തെ വീടിനുള്ളിൽ വെച്ച് ചോദ്യം ചെയ്തെങ്കിലും ഒന്നും അറിയില്ലെന്നായിരുന്നു സെബാസ്റ്റ്യന്റെ മറുപടി. അസ്ഥികഷ്ണങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തിയപ്പോഴും ഇയാൾ കൂസലില്ലാതെ മറുപടി ആവർത്തിച്ചെന്ന് അന്വേഷണ സംഘം പറയുന്നു. സെബാസ്റ്റ്യനിൽ നിന്ന് വിവരങ്ങളൊന്നും ലഭിക്കാത്തതിനാൽ പോലീസിന് സംശയം തോന്നിയ സ്ഥലങ്ങളിലും പോലീസ് കേഡർ നായ നൽകിയ സൂചനകളുടെ അടിസ്ഥാനത്തിലുമായിരുന്നു പരിശോധന. വെള്ളി മുതൽ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലുള്ള സെബാസ്റ്റ്യനെ ഇന്നലെ ഉച്ചയോടെയാണ് പള്ളിപ്പുറത്തെ വീട്ടിലെത്തിച്ചത്. വീടിനുള്ളിൽ പ്രവേശിച്ചതിനു ശേഷം അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന കോട്ടയം ക്രൈംബ്രാഞ്ച് SP ഗിരീഷ് P സാരഥി, ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP P ഷൗക്കത്ത് അലി എന്നിവരുടെ നേതൃത്വത്തിൽ വീണ്ടും ചോദ്യം ചെയ്തു. 3 സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നതായും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതായും സമ്മതിക്കുന്നുണ്ടെങ്കിലും ഇവരെ കാണാതായതിന് പിന്നിൽ എന്താണെന്ന് അറിയില്ലെന്ന മറുപടിയാണ് സെബാസ്റ്റ്യൻ ആവർത്തിച്ചത്. മാധ്യമങ്ങളിൽ നിന്ന് മറച്ചാണ് സെബാസ്റ്റ്യനെ വീടിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചത്. വൈകിട്ട് 5ഓടെ തിരികെ കൊണ്ടുപോയി. 7:30 പരിശോധന അവസാനിപ്പിച്ചു. ഇന്ന് വീണ്ടും പരിശോധന നടത്തും. ജൈനമ്മയുമായി സെബാസ്റ്റ്യന് എങ്ങനെയാണ് പരിചയമെന്ന് അറിയില്ലെന്ന് ജൈനമ്മയുടെ സഹോദരൻ സാവിയോ മാണി. സെബാസ്റ്റ്യനെ അറിയില്ല. പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷമാണ് സെബാസ്റ്റ്യനെ കാണുന്നത്. കാണാതാകുമ്പോൾ ജൈനമ്മ മാല, വള, കമ്മൽ എന്നിവ ധരിച്ചിരുന്നു. ആരെങ്കിലുമായി സാമ്പത്തിക ഇടപാടുണ്ടെന്ന് കരുതുന്നില്ല. തന്റെ ഉഴാരുവിലെ വീട്ടിൽ വരുമ്പോഴൊക്കെ യാത്രാകൂലി കൊടുത്താണ് വീടുന്നത്. ഡിസംബർ 17 മടങ്ങുമ്പോൾ ക്രിസ്മസ് ആഘോഷത്തിനായി 24 വരാമെന്ന് പറഞ്ഞിരുന്നു. 23 രാവിലെ 7:30 വിളിച്ചിരുന്നു. അതിന് മുൻപുള്ള ദിവസങ്ങളിലും വിളിച്ചിരുന്നു. സാവിയോ പറയുന്നത് ഇങ്ങനെ: ജൈനമ്മയുടെ ഫോണിൽ നിന്ന് 3 തവണ സഹോദരിയുടെ ഫോണിലേക്ക് വിളി വന്നിട്ടുണ്ട്. 3 തവണയും ഇങ്ങോട്ടൊന്നും സംസാരിച്ചില്ല. ജനുവരിയിലും ഫെബ്രുവരിയിലും ഇങ്ങനെ വിളി വന്നു. അതിനുശേഷമാണ് ഏറ്റുമാനൂർ പോലീസിൽ പരാതി നൽകിയത്. ആ സമയത്ത് ചേർത്തല പള്ളിപ്പുറം ഭാഗത്തു നിന്നാണ് ഫോണിന്റെ സിഗ്നൽ എന്ന് മാത്രമാണ് അറിഞ്ഞത്. മറ്റൊരു വിവരം ലഭിക്കാത്തതിനാൽ കോടതിയെ സമീപിച്ചു. അങ്ങനെയാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടത്. ജൈനമ്മയെ കാണാതായപ്പോൾ ഏറ്റുമാനൂർ പോലീസിൽ പരാതി നൽകിയത് ജൈനമ്മയുടെ ഭർത്താവിന് എതിരെയാണ്. പുറത്തുവരുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ്. വർഷങ്ങളോളമായി നമ്മുടെ ഇടയിൽ ജീവിച്ചു വളർന്ന ഒരു സീരിയൽ കില്ലറിന്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.